ഹലോ ഗൈസ്, ഞാൻ ഹബീബ്, ഞാൻ ബാദുഷ. വെൽക്കം ടു HB റിയാക്ട്സ്. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് മരണമാസ് മൂവിയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അത് ബേസിൽ ജോസഫിൻ്റെ. അപ്പോൾ അത് റിയാക്ഷൻ ചെയ്യാനേ. അതിനുശേഷം ബാക്കി സംസാരിക്കും. ചെറിയുടെ തലയിൽ ടോം ചുറ്റുകൊണ്ട് ടോമിന്റെ ദേഷ്യം തീർക്കുക. റിപ്പർ ചന്ദ്രനു ശേഷം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ സീരിയൽ കൊലപാതകങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സമർത്ഥനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ അജയ് രാമേന്ദ്രൻ ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അമ്പലക്കുളത്തിൽ ഹലാൽ ചിക്കന്റെ കുടലിട്ട് മീൻ പിടിച്ച് വർഗീയ കലാപം ഉണ്ടാക്കി. നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ ഫോട്ടോ എടുത്ത് ഓലച്ചിലിട്ട് വിൽക്കാൻ നോക്കിയൊരു കേസ് ഉണ്ടായിരുന്നില്ല, അത് ഇവനാ. പണ്ട് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ സ്കൂളിന് തീയിടാൻ പറഞ്ഞവളാണ് ഞാൻ. പക്ഷെ സ്റ്റാഫ് റൂം മാത്രമേ കത്തിച്ചു. എന്നെ വേണ്ടാത്തോളം എനിക്ക് വേണ്ട. ഡിസംബർ 16 എന്റെ കല്യാണം. ഏതെങ്കിലും ഒരു നാറ് ഈ കല്യാണം മുടക്കാൻ നോക്കിയാൽ ജിക്കു നിന്റെ ഒക്കെ നെഞ്ചത്തൂടെ ബസ്. നാട്ടിൽ ഭീതി പരത്തിയ സീരിയൽ കില്ലറെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയാണ്. കൊലച്ചിരിയുടെ ഓളങ്ങളിൽ ചോര കൊണ്ട് കവിത രചിക്കാം. ഒരു തേങ്ങലിന്റെ അക്കത്ത് ചുറ്റിക കൊണ്ട് ചുഴറ്റിയടിക്കാം. നീ മരിച്ചതായി ഞാനും, ഞാൻ കൊന്നതായി നീയും കണക്കാക്കുക. മൊയലർച്ച തിരയില്ലാ ചോരക്കടലിൽ മരണത്തിൻ തോണി തുഴയാം. പുനർജന്മങ്ങളിൽ നീ ബലിക്കാക്കിയായി വാനിലുയരുമ്പോൾ ദൂരെ നിന്നും ഞാൻ വെടിവെച്ചിടും. നീ എവിടെ ഇരുന്നു? അവിടെ കൊടും വയലൻസ് നടക്കാൻ പോ. അത് കണ്ട നീ പേടിക്കും. പെണ്ണെ നീ തീയാകുന്നു. തീ പൊള്ളിപ്പോയി. ശവം ചിരിച്ചേ. നേരത്തെ ടീസർ കണ്ട പോലെ തന്നെ ഒരു വെറൈറ്റി ട്രെയിലർ അല്ലേ? ഇതും നല്ലൊരു കോമ്പറ്റീഷൻ ആവുന്നതാണ്. ഇല്ല, April 10 തന്നെ ഡേറ്റ്. വിഷു റിലീസ് എന്ന് പറയുന്നതല്ലേ, വിഷുവിനോട് അടുത്തിറങ്ങുന്നതൊക്കെ വിഷു റിലീസ് എന്നാണ് പറയുന്നത്. April 10. അപ്പോൾ April 10 ബസൂക്ക, ആലപ്പുഴ ജിംഖാന, ഇപ്പോൾ മരണമാസം. പിന്നെ വേറെ ഏതുകൊണ്ടെന്ന് തോന്നുന്നു. അല്ല, വലിയ ബാനറുള്ള പടങ്ങൾ അല്ലാന്നാണ്, വേറെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന്. എന്താ ഭയങ്കര ക്ലാഷായി പോയി. മൂന്നും വ്യത്യസ്തമായ പടങ്ങളായതുകൊണ്ട്, മൂന്നും നല്ല പടങ്ങളാണ്. ചിലപ്പോൾ മൂന്നും അത്യാവശ്യം കളക്ഷൻ വരും, കുഴപ്പമില്ലാണ്ട് പൊക്കോളും. കാരണം മൂന്നും വ്യത്യസ്ത ജേണറുകളാണല്ലോ. ഒന്ന് ബോക്സിങ് കോമഡി മൂവി, ഒരെണ്ണം ഗെയിം ടൈപ്പ് മൂവി ബസൂക്ക, പിന്നെ ഇതിപ്പോൾ ഒരു എൻ്റർടൈനർ എന്തോ അല്ല, ഒരു സൈക്കോ ടൈപ്പ് എന്തോ ഒരു ഇതൊക്കെ ചേർന്നിട്ടുള്ളൊരു കോമഡി എൻ്റർടൈനർ. അപ്പോൾ ഏത് തൂക്കുമെന്ന് പറയാൻ പറ്റൂല. പിന്നെ ട്രെയിലർ കാണുമ്പോൾ ആലപ്പുഴ ജിംഖാന നല്ലതാണ്, ഇത് മരണമാസം നല്ലതാണ്. ബസൂക്കയുടെ കുറച്ചൊരു ഡിസപ്പോയിൻമെന്റ് പോലെ തോന്നി. ചിലപ്പോൾ സൈലന്റ് ആയിട്ട് വന്ന് പിന്നെ അത് കൊളത്തൊന്നും പറയാൻ പറ്റൂല. പിന്നെ പോരാത്തതിന് മരണമാസ് ഇത് കഥ തിരക്കഥയൊക്കെ എഴുതിയത് സിജു സണ്ണിയാണ്. നമ്മുടെ ഇതിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അതായത് വാഴയിലുണ്ട്, പിന്നെ മറ്റേ രോമാഞ്ചത്തിലെ കോട്ടിട്ട ക്യാരക്ടർ ചെയ്ത പുള്ളിയാണ് കഥ. പിന്നെ സ്ക്രിപ്റ്റ് ശിവപ്രസാദും സിജു സണ്ണിയോടും ചെയ്തു. പിന്നെ ശിവപ്രസാദ് ഡയറക്റ്റ് ചെയ്തു, ടോവിനോ തോമസ്. എല്ലാം കൂടി ഒരു പ്രോമിസിങ് ആയ ആൾക്കാരാണ്. അപ്പോൾ അതൊരു പ്രതീക്ഷയാണ്. പിന്നെ അപ്പുറത്താണ് ഖാലിദ് റഹ്മാൻ, നസ്ലൻ ടീമിൻ്റെ ജിംഖാനും പ്രതീക്ഷയുണ്ട്. മമ്മൂട്ടി പ്രതീക്ഷ തന്നെയാണ് പറയാനാണ്. കാരണം ഇപ്പോൾ കുറച്ചായിട്ട് നല്ല നല്ല പ്രൊജക്റ്റുകളാണ് മമ്മൂട്ടിയുടെ വരുന്നത്. ഇതുവരെ നിരാശപ്പെടുത്തിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയാണ് മമ്മൂട്ടിയുടെ. എന്തെങ്കിലും ഉണ്ടാവും, പൊട്ടൂല എന്നൊരു പ്രതീക്ഷയിൽ ആൾക്കാർ കയറലുണ്ട്. ഇപ്പോൾ കുറേ വർഷമായിട്ട് ഇപ്പോൾ അങ്ങനെയാണ് മമ്മൂട്ടിയുടെ
കരിയർ പോകുന്നത്. നല്ല നല്ല പടങ്ങളാണ് വന്നത്. അധികം അലമ്പ് പടങ്ങൾ അത്ര പിടിച്ചിട്ടുമില്ല. അപ്പം അതും ഒരു പ്രോമിസിങ് പ്രൊജക്റ്റാണ്. ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഏത് ക്ലിക്കാവില്ലെന്ന്. അപ്പോൾ എന്തായാലും 10 അറിയാം ബാക്കി ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ അതിൻ്റെ പേര് നല്ല വീഡിയോ അതിൻ്റെ പേര് നമുക്ക് അടുത്ത വീഡിയോ കാണാം.